കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ച് അത്ഭുതമുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമുക്കൊരു ഹിൻ്റ് എപ്പോഴെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും നടക്കുന്നത് എന്താ വെറുതെ ആവില്ല, എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടായിരിക്കും. ഞാനെന്നൊരു കുട്ടി സ്റ്റോറിയാണ് കേട്ടോ പറയാൻ പോണത്. അതെൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഇപ്പം എന്താ പറയുക, എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ച് ഒരു അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, 2 കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. കുറച്ച് ലെങ്ത്തായിട്ട് പറയാം. ഈ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോട്ടെ. നോ പ്രോബ്ലം. അപ്പുറത്ത് കുട്ടികൾ കളിക്കുന്നുണ്ട്, അറബി കുട്ടികൾ. എന്തൊക്കെയോ പറയാം. അപ്പോൾ എൻ്റെ ലൈഫിൽ നടന്ന ആ 2 കുഞ്ഞ് സ്റ്റോറികൾ ഞാൻ പറയാം. ഒന്ന്, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പേരായിരുന്നു ജിഷ്ണു എന്നുള്ള പേര് കേട്ടോ. ജിഷ്ണു എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിനെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ജിഷ്ണു എന്ന് പറഞ്ഞ് പേരുള്ളൊരു ചെക്കനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരുമാതിരി തലതെറിച്ച സ്വഭാവം, ടീച്ചേഴ്സ് പറയുന്നതൊന്നും അനുസരിക്കില്ല, ഒരുമാതിരി തലതെറിച്ച സ്വഭാവം. കാര്യം എൻ്റെ വീടിൻ്റെ ഒക്കെ അടുത്താണ്, അത്ര അടുത്തല്ല, പക്ഷെ എനിക്കറിയാം അവൻ്റെ വീട്, അവൻ എന്നെ അറിയാം. ഇപ്പം എനിക്കറിയില്ല അവൻ എന്നെ അറിയുമെന്നൊക്കെ അറിയില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ ആ സ്വഭാവം കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഭയങ്കര വികൃതിയായിരുന്നു. എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് ആ പേരും ഇഷ്ടമുണ്ടായിരുന്നില്ല. ജിഷ്ണു എന്നുള്ള പേരേ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരെന്താണെന്നറിയോ? ജിഷ്ണു എന്നാണ് കേട്ടോ. അന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ആ ഒരു പേര് എൻ്റെ ലൈഫിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കോളേജിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്, ലവ് മാരേജ് ആയിരുന്നു. ഇപ്പോൾ ആ ഒരു പേര്, ജിഷ്ണു എന്നുള്ള ആ ഒരു പേര് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ, എൻ്റെ ജീവൻ്റെ തന്നെ ഒരു ഭാഗമായി മാറിയിരിക്കണ്ട. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ ഹസ്ബൻഡിന് ചെറുപ്പത്തിൽ ഒരു മങ്കിയുടെ പാവ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് പിങ്കി എന്നാണ് കേട്ടോ. അപ്പോൾ ജിഷ്ണു ആണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലും കിടന്നുറങ്ങുമ്പോഴൊക്കെ ഈ ഒരു പാവനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഇരിക്കുക, അല്ലെങ്കിൽ ഈ പാവയുടെ കൂടെയാണ് കളിക്കുക. അപ്പോൾ ഒറ്റ മോനാണ്. അപ്പോൾ ജിഷ്ണു ആ ഒരു പാവനായിട്ടാണ് കളിക്കലും കിടന്നുറങ്ങലൊക്കെ ഉണ്ടായിരുന്നത്. എൻ്റെ പേര് വീട്ടിൽ വിളിക്കുന്നത് പിങ്കി എന്നാണ്. അപ്പോൾ എന്തായി, അപ്പോൾ എൻ്റെ അമ്മായിമ്മ എപ്പോഴും പറയും, ആ ചെറുപ്പത്തിൽ പിങ്കീനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങി, വലുതായപ്പോഴും ഒരു പിങ്കീനെ കിട്ടി എന്ന് പറയും, കല്യാണം കഴിച്ചത് ഒരു പിങ്കീനെ, അങ്ങനെ പറയും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ച് അത്ഭുതമുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമുക്കൊരു ഹിൻ്റ് എപ്പോഴെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും നടക്കുന്നത് എന്താ വെറുതെ ആവില്ല, എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടായിരിക്കും. അതാണ് കേട്ടോ എനിക്ക് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ലൈഫിൽ നടന്ന കുട്ടി സ്റ്റോറീസാണ്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കോയിൻസിഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. രസമല്ലേ ഓർക്കണം, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതൊക്കെ നല്ല രസമല്ലേ.